ട്രേഡിങ് പണം ഫുള്ളായിട്ട് പോകുന്ന ചാൻസസ് ഉണ്ട്. ഇതുപോലെ ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ വ്യൂ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് മറ്റ് ബിസിനസ്സുകളുടെ പോലെ തന്നെ റിസ്ക് മാത്രമുള്ളതും എന്നാൽ അപ്സൈഡ് പൊട്ടൻഷ്യൽ ഒരുപക്ഷെ മറ്റേതിനേക്കാൾ കൂടുതലുള്ളതാണ്. ഗ്ലാമറസ് സൈഡ് ഓഫ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഭയങ്കര പോഷായിട്ട് നമ്മളിപ്പോൾ എന്താ പറയുക, ദുബായിൽ കണ്ണടയ്ക്ക് വെച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു ഫ്രെയിം വർക്കുള്ള ദാറ്റ് ഇസ് ബുൾഷിറ്റ്. ഗ്ലാമറസ് പെർസ്പെക്റ്റീവിൽ വരുന്ന ആൾക്കാർ പെട്ടെന്ന് ഡിസപ്പോയിന്റഡ് ആവും. കാരണം അവർ പ്രതീക്ഷിക്കുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് റിട്ടേൺ ഓവർ നൈറ്റ് ഗെറ്റ് റിച്ച് ക്വിക്ക് എന്നൊക്കെ പറയുന്ന ഫ്രെയിം വർക്കിലാണെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് എ റൈറ്റ് വേ ആൻഡ് ദേ മൈറ്റ് നോട്ട് ഗെറ്റ് ഇറ്റ്. അവർക്ക് ഇത് പ്രതീക്ഷിച്ചത് കിട്ടില്ല. ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് പറയുന്നത് ആൾക്കാർ വിശ്വസിക്കുന്നില്ല. ആൻഡ് ട്രേഡിംഗ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് പോലും ആർക്കും അറിയില്ല. അപ്പോൾ ഇറ്റ് വാസ് എ വെരി ഹെക്ടിക് തിങ് ആ ഒരു സമയത്ത്. അപ്പോൾ അതിനെ ഞങ്ങളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടു. അപ്പോൾ ആ ഒരു കടമ്പ് പതുക്കെ കടന്നുകൊണ്ടിരിക്കുന്ന പോയിന്റിലാണ് കോവിഡ് ഹിറ്റ് ചെയ്യുന്നത്, വിച്ച് ഒബ്വിയസ്ലി വാസ് എ ഡാം ഹിറ്റ് ഏർലി കോവിഡ് ടൈമിൽ. ബിസിനസ് സ്റ്റോപ്പായി, എക്സാക്ട്ലി സ്റ്റോപ്പായി. ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ട്രേഡ് ചെയ്ത് തുടങ്ങാൻ നമുക്ക് പറയാം 50 രൂപ മതി, 100 രൂപ മതി, 500 രൂപ മതി എന്നൊക്കെ പറയാം. പക്ഷേ ട്രേഡിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ മണി മാനേജ്മെന്റ് ആണ്. മണി മാനേജ്മെന്റ് പ്രോപ്പറായി പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യണമെങ്കിൽ യു ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 10,000 to 12,000 rupees, 10,000 to 15,000 rupees എന്തായാലും ട്രേഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇറക്കണം. അതായത് 15,000 രൂപയെങ്കിലും മുന്നിൽ വെച്ചുകൊണ്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമായിരിക്കണം ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്കിൻ്റെ ഒരാൾ ചൂസ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. 4ാമത് സാലറി വരുമ്പോഴേക്കും നമുക്ക് ക്രെഡിറ്റ് കാർഡിന് കോൾ വന്നിട്ടുണ്ടാവും. ഈ ക്രെഡിറ്റ് കാർഡിന് കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ക്രെഡിറ്റ് കാർഡ് എടുക്കും. കാരണം അന്ന് ടു ഹാവ് എ ക്രെഡിറ്റ് കാർഡ് വിൽ ബി ഒബ്വിയസ്ലി ബോസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്, ബ്രാഗ് ചെയ്യും, വി നീഡ് ദാറ്റ് ക്രെഡിറ്റ് കാർഡ്. നമ്മൾ എടുക്കും, നമ്മളത് സ്വൈപ്പ് ചെയ്യും, ഓവർ സ്പെൻഡ് ചെയ്യും, ആൻഡ് അടുത്ത മാസം സാലറി കൊണ്ട് ഈ ക്രെഡിറ്റ് കാർഡ് അടയ്ക്കേണ്ടി വരും. ആൻഡ് ദ സൈക്കിൾ സ്റ്റാർട്ട് ടു റിപ്പീറ്റ് ഓവർ ആൻഡ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. നമുക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു ചെറിയ പങ്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. അച്ഛൻ പറയുകയുണ്ടായി, നീ ഫ്രണ്ട്സിനൊപ്പം എവിടെ വേണമെങ്കിലും പൊക്കോളൂ, പക്ഷേ 1 രൂപ പോലും ഞാൻ തരില്ല, അല്ലെങ്കിൽ ക്യാഷ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് എൻ്റെ അടുത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് പറയുന്നു. അവിടെ നിന്ന് ആ മകൻ എങ്ങനെ എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്യാം എന്ന് പഠിക്കുന്നു. ഇന്ന് ആ മകൻ വന്ന് എത്തിയിരിക്കുന്നത് മില്യൺ ഡോട്ട്സ് എന്നൊരു വലിയൊരു സ്ഥാപനത്തിൻ്റെ ഒരു സംരംഭകനായിട്ടാണ്. അപ്പം നമുക്ക് കെൻസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹായ് കെൻസ്, ഐ എം മനുഷ്യ. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു തുടക്കം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയ ഇപ്പൻ്റെ കാര്യങ്ങളൊക്കെ മുതലെന്ന് പറയുമ്പോൾ മില്യൺ ഡോട്ട്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോബ്ലി 2018 ലാസ്റ്റ്, ഒഫീഷ്യലി പറയുകയാണെങ്കിൽ 2019 ആയിരിക്കും. പക്ഷേ ബിഫോർ ദാറ്റ് നമ്മൾ 2018 ലാസ്റ്റ് പോലെ മില്യൺ ഡോട്ട്സ് എന്നുള്ള പേരിൽ ഇങ്ങനെ കാര്യങ്ങളാണ്. പക്ഷേ ബിഫോർ ദാറ്റ് എന്താ പറയുക, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ എൻ്റെ കേസിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഫാമിലി സ്പേസിൽ മണി വാസ് ഓൾവേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സാധനം. അതുകൊണ്ട് തന്നെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് മണി ഫോക്കസ്ഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പീരീഡാണ്. വളരെ ഏർലി സ്റ്റേജിലെ പല ബിസിനസ്സുകളും പല കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുന്നുണ്ട്. ആൻഡ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ മില്യൺ ഡോട്ട്സ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഒരു പാറ്റേണിലേക്ക് വരുന്നത്. എന്തൊക്കെയായിരുന്നു ആദ്യം, എന്താണ് ഏതൊക്കെ ജോലി ചെയ്യണം എന്നായിരുന്നു വിചാരിച്ചത്? അല്ല, ഇപ്പോൾ ബേസിക്കലി കമ്മിങ് ഫ്രം എ ലോ മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. അപ്പം അപ്പോഴത്തെ ലോ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഉണ്ടാകുന്ന എല്ലാ ഫൈനാൻഷ്യൽ കഷ്ടപ്പാടുകളും ഉള്ള ഒരു ഫണ്ടമെന്റൽ ഫാമിലിയാണ്. അപ്പം പക്ഷെ ഞാൻ ദ തിങ് വാസ് പാരൻസ് എൻ്റെ എഡ്യൂക്കേഷനിൽ വളരെ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാസ് ഗോയിങ് ഇൻ എ പ്രിറ്റി ഗുഡ് സ്കൂൾ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വാസ് ഒരു വെൽ ഓഫ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഫ്രണ്ട്സ് തന്നെയാണ് ചുറ്റുണ്ടായിരുന്നത്. അപ്പം ആ ഒരു ഡിഫറൻസ് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. പക്ഷെ അതൊന്നും ഒരു കൺസേൺ ആയിരുന്നില്ല. ഐ വാസ് ഓൾ കൂൾ വിത്ത് ഇറ്റ്. പക്ഷേ നമ്മൾ തുടങ്ങുന്നത് വെച്ചാൽ നമ്മൾ ഈ എന്താ പറയുക, ഈ കുറച്ചുകൂടിയൊക്കെ എൻജോയ് ചെയ്ത് തുടങ്ങുന്ന സമയമാകുമ്പോഴാണ് അതിനെ പറ്റിയിട്ടൊക്കെ ഈ പൈസ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആലോചിച്ച് തുടങ്ങാം. പ്രോബ്ലി 8th 9th 10th ആ ഒരു സീസണിൽ മുതലേ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇങ്ങോട്ടേലൊക്കെ പോകുന്ന അങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോഴാണ് ഓക്കെ എൻ്റെ കയ്യിൽ പൈസയുടെ ഒരു ഷോർട്ട് ഉണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ച് തുടങ്ങുന്നത് തന്നെ. അപ്പം യൂഷ്വലി ഫാമിലി വെരി സപ്പോർട്ടീവ് ടു ഗോ. ഞാൻ എങ്ങോട്ട് പോകണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ല. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഫ്രണ്ടിന് വീട്ടിൽ നിന്ന് സമ്മതം കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷേ സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ എവറിത്തിങ് ഇസ് ഓൾ റൈറ്റ്, പൈസ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് സമ്മതം കിട്ടുന്ന ഒരു പ്രശ്നമില്ല. പക്ഷേ പൈസ തരില്ല എന്നുള്ളത്, ഈവൻ ഉണ്ടെങ്കിൽ കൂടെ തരാൻ റെഡി അല്ല എന്നുള്ളതായിരുന്നു ഇപ്പം ഒരു ആറ്റിറ്റ്യൂഡ്, വിച്ച് വാസ് റിയലി ഗുഡ്. അപ്പം അതുകൊണ്ട് തന്നെ പൈസ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നു, ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ എന്നുള്ളതും, അതുപോലെ സ്വന്തമായിട്ട് ഏൺ ചെയ്യേണ്ട ഒന്നാണെന്നുള്ളതും, എനിക്ക് ഗ്രാൻഡഡ് ആയിട്ട് കിട്ടൂല എന്നുള്ളതും സബ് കോൺഷ്യസ്ലി വൈഡായിട്ട് ഉണ്ടായിരിക്കണം പ്രോബ്ലി. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ആ സ്റ്റേജിലൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നു മൊബൈൽ ഫോണുകളൊക്കെ ഇങ്ങനെ കളിച്ചു തുടങ്ങുന്ന സമയമാണ്, ചൈന ഫോണുകളും അങ്ങനെയൊക്കെയുള്ള. അപ്പം എനിക്ക് തോന്നുന്നു ഇനീഷ്യലി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക ഫോണുകളൊക്കെ വാങ്ങി സെല്ല് ചെയ്യായിരുന്നു. എനിക്കിപ്പോൾ ഓർമ്മ 3,000-4,000 rupees നമുക്ക് ഫോൺ വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ ഈവൻ ലോവർ പ്രൈസിൽ 800-900 rupees ഫോൺ കിട്ടും. ഫോണ് നമ്മളൊരു 200-300 rupees അപ്സെല് ചെയ്യും. ഈ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കാറ്ററിംഗിന് ജോലിക്ക് പോകുക പറയുന്നത് വിച്ച് ഇസ് എ വെരി കോമൺ തിങ്. വീക്കെൻഡ്സിനൊക്കെ നമ്മൾ കാറ്ററിംഗിന് ജോലിക്ക് പോകുന്നത് ഒരു കോമൺ കാര്യമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഇനീഷ്യലി പൈസ സമ്പാദിച്ചുകൊണ്ടിരുന്നത്. ലേറ്റർ ഓൺ പിന്നെ അതിൻ്റെ സ്വഭാവങ്ങളൊക്കെ മാറാൻ തുടങ്ങി.
10ാം ക്ലാസ്സിലൊക്കെ ആയപ്പം ടെൻഷനൊക്കെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു വണ്ടികളോടായി ക്രേസ്. അപ്പം വണ്ടികൾ ഫ്ലിപ്പ് ചെയ്യുന്ന പരിപാടി തുടങ്ങി. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഫണ്ട് പൂൾ ചെയ്തിട്ട് ഒരു 3000 രൂപയ്ക്ക് ഒരു പഴയ ബൈക്ക് വാങ്ങി. ആ ബൈക്ക് ഒരു 5000 രൂപയ്ക്ക് വിറ്റു. പിന്നെ ഒരു 6000 രൂപ എടുത്തിട്ട് അടുത്ത ബൈക്ക് വാങ്ങി. അത് എനിക്ക് തോന്നുന്നു ഒരു 6000 റുപ്പീസിന് ഞാൻ ഒരു ബൈക്ക് വാങ്ങിയിട്ട് അത് 12,000 റുപ്പീസിന് ഞാൻ സെൽ ചെയ്തു, വിച്ച് ഇസ് ഓവർ 100% റിട്ടേൺസ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളിലാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ സ്വന്തമായിട്ട് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് ഐ വാസ് ഡൂയിങ് മൈ തിങ് എന്ന്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങി, വിച്ച് ഇൻ ടേൺ ഒരു ഞാനൊരു ബിസിനസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഞാനൊരു ആക്റ്റീവായിട്ട് എന്തോ ചെയ്യണമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ ചെയ്തോന്നല്ല. അന്നത്തെ ആവശ്യങ്ങൾ നടന്നു പോകാനുള്ള പരിപാടികൾ ചെയ്തു പോയി. പക്ഷെ അത് എനിക്ക് തോന്നുന്നു സബ് കോൺഷ്യസ്ലി ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ടായിരിക്കണം. ആൻഡ് ലേറ്റർ ഓൺ മൂവിങ് +1 +2 സമയങ്ങളിൽ ഞാൻ കുറച്ചുകൂടിയും അപ്പാർട്ട് ഫ്രം സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. ഇവന്റുകളൊക്കെ എടുത്ത് ചെയ്യാൻ തുടങ്ങി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പേസിലേക്ക് പതുക്കെ ചെയ്തു തുടങ്ങി. ആൻഡ് ദെൻ ഐ കെയിം ടു കോളേജ് കാലഘട്ടങ്ങളിൽ കുറച്ചുകൂടി സീരിയസ് ആയി. ബിസിനസ് എന്ന് പറയുന്ന സാധനങ്ങളിലേക്കൊക്കെ ഒന്നുകൂടി ഇറങ്ങി തുടങ്ങി. എനിക്ക് തോന്നുന്നു കോളേജിൽ ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി തിരുപ്പൂരിൽ പോയിട്ട് ക്ലോത്ത്സ് കളക്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് റീസെൽ ചെയ്യുക, അത് ചെയ്തിട്ടുണ്ട്. വി ഹാഡ് ഒരു ഓൺലൈൻ ഫാഷൻ സ്റ്റോർ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കുറച്ച് കാലം ഒന്ന് ചെയ്യും. ആൻഡ് അതിൻ്റെ പരിപാടികളൊക്കെ തീരുമ്പോൾ അതങ്ങ് തീരും. നത്തിങ് സീരിയസ്. പിന്നെ ഒരു ആഡ് ഏജൻസി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിലൊക്കെ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുന്ന പെർസ്പെക്റ്റീവിലുള്ള കാര്യങ്ങളൊക്കെ ഇറ്റ് വാസന്റ് എ ബിഗ് തിങ് ദെൻ. ആ ഒരു സീസണിൽ നമ്മൾ ഫോളോവേഴ്സുള്ള പേജുകളുമായിട്ട് സംസാരിച്ച് അവരുടെ ആഡ് റൈറ്റ്സ് കളക്ട് ചെയ്തിട്ട് ലോക്കലി ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ച് ഇവർ തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കും. ആൻഡ് വി ടേക്ക് എ കമ്മീഷൻ ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ഇങ്ങനെ അത് ചെയ്തിട്ടുണ്ട്. ആൻഡ് എന്താ പറയുക, അങ്ങനെ പിന്നീട് ആൻഡ് മില്യൺ ഡോട്ട്സ് ഫണ്ടമെന്റലി നമ്മുടെ ആഡ് ഏജൻസിയുമായി ബന്ധപ്പെട്ടിട്ട് ഇനീഷ്യലി വന്നിട്ടുള്ള ഒരു പേരാണ്. നമ്മൾ വളരെ ഏർലി സ്റ്റേജിൽ ഇപ്പം ഞാനൊരു പാർട്ണർ മുസ്ലിമിൽ നമ്മൾ രണ്ടുപേരും മില്യൺ ഡോട്ട്സ് എന്ന് പറയുന്ന ഒരു സാധനം സ്റ്റാർട്ട് ചെയ്യുമ്പം the real million dots was like million dots which in turn goes to pixels which is an image. അങ്ങനെ ആണ് ഒരു ആഡ് ഏജൻസി ടച്ചുള്ള സാധനമായിരുന്നു. ആൻഡ് ലേറ്റർ ഓൺ ട്രേഡിങ് നമ്മൾ കോളേജിന്റെ ഫസ്റ്റ് ഇയർ മുതൽ ചെയ്യുന്നുണ്ട്. ട്രേഡിംഗ് എന്ന് പറയുന്ന പെർസ്പെക്റ്റീവ് അതെന്ന് വെച്ചാൽ എനിക്ക് മൂവീസിനും പിന്നെ മറ്റ് 1-2 ആളുകളിൽ നിന്നൊക്കെ കിട്ടിയ എക്സ്പോഷർ എന്നാണ് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്ക് ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നത്. പഠിക്കാൻ ഇൻ ദ സെൻസ് അപ്പോഴും ഞാൻ പറയുന്നത് വാസ് നോട്ട് സീരിയസ് അബൌട്ട് ഇറ്റ്. ഇങ്ങനെ ഒരു സംഭവം പൈസ ഉണ്ടാക്കുന്ന ഒരു എലമെന്റ് ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അതിനുള്ള ക്യൂരിയോസിറ്റി നമ്മൾ സെർച്ച് ചെയ്യുന്നു, നമ്മൾ അതിനെപ്പറ്റി അറിയാൻ ശ്രമിക്കുന്നു, അതിനറൗണ്ടുള്ള ആളുകളെ കാണാൻ ശ്രമിക്കുന്നു. ട്രേഡിംഗ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു, ട്രൈ ഔട്ട് ചെയ്യുന്നു. കാരണം ആ ഒരു സീസണിൽ എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിൽ ബാക്ക് ഇൻ 2015 nobody was doing it. Nobody in the sense very rare ആയിട്ടുള്ള ആളുകൾ മാത്രമേ, അതായത് ഒരു ഗുജറാത്തി എക്സ്പോഷറുള്ള ആൾക്കാരാണ് പൊതുവെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പോഷറുള്ള ആളുകളെ കണ്ടു. ഇവിടെ ഇപ്പോൾ നമുക്ക് കോഴിക്കോട് ഗുജറാത്തി സ്ട്രീറ്റ് ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ there was a lot of people who was having a proper exposure to this thing. അപ്പോൾ അവരൊക്കെ പോയി കണ്ട് സംസാരിച്ച് അവരുടെ കൂടെയൊക്കെ ഇരുന്നാണ് ഇതിൻ്റെയൊക്കെ ആദ്യ പാഠങ്ങൾ പഠിച്ചു വരുന്നത്. സ്ലോലി പഠിച്ച് ട്രേഡൊക്കെ ചെയ്തു തുടങ്ങി. 100-300 രൂപയ്ക്ക് ഇടയ്ക്ക് കിട്ടും. കോളേജിലൊക്കെ പോകുമ്പോൾ ഇറ്റ് വാസ് സോ ഗുഡ്. അപ്പോൾ അതിൻ്റെ ഇടയിലെല്ലാം ബാക്കി പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് കോളേജ് ഇതുവരെ കഴിഞ്ഞത്. ആൻഡ് ലേറ്റർ ഓൺ ആഫ്റ്റർ കോളേജ് ഇപ്പം ഞാൻ TCSൽ പ്ലേസ്ഡ് ആയിരുന്നു, ഞാനായാലും പാർട്ണറായാലും. മുസമ്മിൽ TCSൽ ജോലിക്ക് പോകാന്നുള്ളത് തീരുമാനം എടുത്തു. ഞാൻ ഹാഡ് ടെക്സ്റ്റൈൽ സ്റ്റോർ, ഒരു ജോക്കിയുടെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു ഇവിടെ. അത് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നായിരുന്നു. അപ്പോൾ പിന്നീട് അത് അവിടുത്തെ ഓണർ ടേക്ക് ഓവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നിട്ട് ഞാൻ കുറച്ച് ഫണ്ട് റേസ് ചെയ്തിട്ട് ടേക്ക് ഓവർ ചെയ്തിട്ട് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോർ ആയിരുന്നു. ലേറ്റർ ഓൺ ആ സ്റ്റോറിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. വി ഹാഡ് എ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് ആൻഡ് എവറിത്തിങ്. അങ്ങനെ ഇറങ്ങേണ്ടി വന്നു. ആൻഡ് ദെൻ ഐ മൂവ് ടു മൈ എന്താ പറയുക, എറണാകുളത്തേക്ക് മൂവ് ചെയ്തു, സേഫ് സ്പേസ്. അപ്പം അവിടെ ഇരുന്ന് ദാറ്റ് ഈസ് ദി പോയിന്റ് വെർ ഐ സ്റ്റാർട്ടഡ് ടു ആക്ച്വലി ലേൺ ട്രേഡിങ്. കാരണം അതുവരെ ഞാൻ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടെ ഐ വാസൻ പ്രോപ്പർ അബൌട്ട് ഇറ്റ്. പക്ഷെ ആ ഒരു പോയിന്റിൽ ഇറ്റ് വാസ് എനിക്ക് തോന്നുന്നു ഒരു കൊല്ലത്തോളം സമയം 2017 to 18 എന്ന് പറയുന്ന ഒരു ഇയർ പീരീഡിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ട്രേഡിങ്ങിനെ മുമ്പോട്ട് എടുത്ത് പഠിച്ചു. ആൻഡ് ദാറ്റ് വാസ് എ ടേണിംഗ് പോയിന്റ് ആൻഡ് ദാറ്റ് വാസ് ദി പോയിന്റ് വെർ ഐ ഫൗണ്ട് മൈ എഡ്ജ് ഇൻ ട്രേഡിംഗ്. ഓക്കെ, ഇപ്പോൾ ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് പൊതുവേ എല്ലാവർക്കും നമുക്ക് പറഞ്ഞ പോലെ തന്നെ കുറച്ച് പേടിയുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി ചിലപ്പം കംപ്ലീറ്റ് ആയിട്ട് പോയേക്കാം. അപ്പം ഇപ്പം ഒരു ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താണ് ഇപ്പം ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാരണം ഒരുപാട് പേര് വരുന്നുണ്ടോ, അവരിത് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നുണ്ടോ? അത്തരം കാര്യങ്ങളെ കുറിച്ച് എങ്ങനെയാണ്? ട്രേഡിംഗ് പണം ഫുള്ളായിട്ട് പോകുന്ന ചാൻസസ് ഉണ്ട്. ഞാൻ എൻ്റെ പേഴ്സണൽ കേസിൽ പറയാം. there was a point in my life, ഞാൻ അത്യാവശ്യം തെറ്റില്ലാതെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. എൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞ ജോക്കി ആ സ്റ്റോറും ആയി ബന്ധപ്പെട്ടിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് there was a point in my life where I had nothing to do.
എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ എറണാകുളത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ദ ഫസ്റ്റ് തിങ് ഐ വാസ് പ്ലാനിങ് ടു ഡു ഇസ് സംതിങ് എൽസ്. ട്രേഡിംഗ് അല്ല, എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളതായിരുന്നു. ജോലിക്ക് അന്വേഷിക്കുന്നുണ്ട്, എൻ്റെ ഫാമിലിയിലൊക്കെ എൻ്റെ റെസ്യൂമൊക്കെ കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും പുറത്തു പോകാനുള്ള പരിപാടികൾ ഉണ്ടോ നോക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്യാൻ പറ്റുമൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മൾ പാർട്ട് ടൈമായിട്ട് കുറേ ജോലിക്ക് പോകുന്നുണ്ട്, ഷോപ്പിൽ പോകുന്നുണ്ട്, സ്വിഗ്ഗി ഓടുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തു നോക്കുമ്പോഴും, ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴും അതിനൊക്കെ ഒരു റിസ്ക് എന്ന് പറയുന്ന സ്പേസ് ഉണ്ട്. ഞാൻ ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു ട്യൂഷൻ ക്ലാസ് തുടങ്ങണം. ഞാൻ നിൽക്കുന്ന ഫ്ലാറ്റിൽ, ആ ഫ്ലാറ്റിൻ്റെ സിറ്റുവേഷൻ ഇപ്പുറത്തുള്ള കുട്ടികൾക്ക് ഒരു ട്യൂഷൻ ക്ലാസ് തുടങ്ങി പഠിപ്പിച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ പോലും ഞാനത് പ്രോപ്പറായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ദർ ഇസ് ഓൾവേസ് എ ഹ്യൂജ് റിസ്ക് ഇൻ ഇറ്റ്. അതേ ഒരു റിസ്ക് മാത്രമേ എനിക്ക് ട്രേഡിങ്ങിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് ട്രേഡിംഗ് എന്ന് പറയുന്നതിനെ നമ്മളൊരു സം ടൂൾ പോലെ കാണാതെ ഇതുപോലൊരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ വ്യൂ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് മറ്റ് ബിസിനസ്സുകളുടെ പോലെ തന്നെ റിസ്ക് മാത്രമുള്ളതും എന്നാൽ അപ്സൈഡ് പൊട്ടൻഷ്യൽ ഒരുപക്ഷെ മറ്റേതിനേക്കാൾ കൂടുതലുള്ളതാണ്. അതായിരിക്കും ഒരുപക്ഷെ എൻ്റെ പേഴ്സണൽ റീസൺ ടു ചൂസ് ട്രേഡിംഗ്. മറ്റേതിനെപ്പോലും റിസ്ക് ഉണ്ട്, പക്ഷേ ഇറ്റ് വാസ് ഹാവിങ് എ ബെറ്റർ അപ്സൈഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ട്രേഡിംഗ് ചൂസ് ചെയ്യുന്നത്. ആൻഡ് ട്രേഡിങ്ങിലേക്ക് ഇപ്പോൾ വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് രണ്ട് തരത്തിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്കിനെ പറ്റിയിട്ട് പ്രോപ്പറായി മനസ്സിലാക്കുന്ന, അറിയുന്ന ആളുകളുണ്ട്. ഓക്കെ, ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു എഡ്ജ് കാണേണ്ട ഒന്നാണ്. രണ്ടാമതൊരു തരം ആൾക്കാരുണ്ട്, സോഷ്യൽ മീഡിയ അതല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പറഞ്ഞിട്ടുള്ള ദ ഗ്ലാമറസ് സൈഡ് ഓഫ് ട്രേഡിംഗ് എന്ന് പറയുന്ന ഭയങ്കര പോഷായിട്ട് നമ്മളിപ്പോൾ എന്താ പറയുക, ദുബായിൽ കണ്ണടയ്ക്ക് വെച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു ഫ്രെയിം വർക്കുള്ള ചെയ്ത് ദാറ്റ് ഇസ് ബുൾഷിറ്റ്. അങ്ങനെയല്ല. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി സീരിയസ് ബിസിനസ്. യു ഹാവ് ടു ഹാവ് യുവർ ടൈം ഇൻ ഇറ്റ്, യു ഹാവ് ടു ഹാവ് യുവർ ഫോക്കസ് ഇൻ ഇറ്റ്. നമുക്ക് അങ്ങനെ വെറുതെ തിരിഞ്ഞടിക്കാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് 2 to 3 years യു ഹാവ് ടു ബി വെരി മച്ച് ഫോക്കസ്ഡ് ഇൻ ഇറ്റ്. നമുക്ക് ട്രേഡ് ചെയ്യുന്ന സമയങ്ങളിൽ, ട്രേഡ് ചെയ്യുന്ന ആഴ്ചകളിൽ ഒരു പക്ഷേ നമ്മളിവിടെ ഉണ്ടായിരിക്കണം. നമ്മുടെ പ്രോപ്പർ സ്പേസ് എവിടെയാണ് അവിടെ ഉണ്ടായിരിക്കണം. യു ഹാവ് ടു ബി ഗോയിങ് ത്രൂ ദ ന്യൂസ്, യു ഹാവ് ടു ബി ഗോയിങ് ത്രൂ ദി അതർ തിങ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. എന്നിട്ടൊരു പക്ഷേ വൺസ് യു ബിക്കം എ വെരി പ്രോ അറ്റ് ഇറ്റ്, നിങ്ങൾക്ക് ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ചുകൂടി ഫ്ലെക്സിബിളായി മാറുമായിരിക്കാം. എങ്കിലും മറ്റ് പല സ്കില്ലുകളെയും കമ്പയർ ചെയ്തുകൊണ്ട് യു ഹാവ് എ ലോട്ട് ഓഫ് ഫ്ലെക്സിബിലിറ്റീസ്. ടൈം ഫ്ലെക്സിബിലിറ്റി എന്നൊക്കെ പറയുന്ന പോലെ, അതല്ലെങ്കിൽ ലൊക്കേഷൻ ഫ്ലെക്സിബിലിറ്റി, ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ട്രേഡിംഗ് സംതിങ് വെരി സീരിയസ്. അപ്പം ആ ഒരു ഗ്ലാമറസ് പെർസ്പെക്റ്റീവിൽ വരുന്ന ആൾക്കാർ പെട്ടെന്ന് ഡിസപ്പോയിൻറ്റഡ് ആവും. കാരണം അവർ പ്രതീക്ഷിക്കുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് റിട്ടേൺ ഓവർ നൈറ്റ്, ഗെറ്റ് റിച്ച് ക്വിക്ക് എന്നൊക്കെ പറയുന്ന ഫ്രെയിം വർക്കിലാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ റൈറ്റ് വേ ആൻഡ് ദേ മൈറ്റ് നോട്ട് ഗെറ്റ് ഇറ്റ്. അവർക്ക് ഇത് പ്രതീക്ഷിച്ചത് കിട്ടില്ല. സോ ദേ മൈറ്റ് ഫെയിൽ ഇൻ ബിറ്റ്വീൻ, അതല്ലെങ്കിൽ റിയലൈസേഷൻ എന്ന് പറയുന്നൊരു പോയിന്റിൽ എത്തുമായിരിക്കും. പക്ഷേ ദർ ഇസ് ഓൾവേസ് സം എന്താ പറയുക, ഇതിങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഐ ഹോപ്പ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, 2019 മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ആ ടൈമിൽ തന്നെയാണ് കോവിഡും കൂടി വരുന്നത്. സോ അത് ബിസിനസിനെ ബാധിച്ചിരുന്നോ? തീർച്ചയായിട്ടും. ഞാൻ 2019 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു 2018 ലാസ്റ്റ് നമ്മൾ എറണാകുളത്ത് നിന്ന് വി ഫൗണ്ട് ആൻ എഡ്ജ് ഇൻ ട്രേഡിംഗ്. അതായത് ഒരു 8 മാസം 9 മാസം നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് പഠിച്ചതിന് ശേഷം ട്രേഡിംഗ് എന്ന് പറയുന്നതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ഫ്രെയിം വർക്കിലെത്തി. ഇതെത്തിയപ്പം ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും ഒരു മാസം ഒരു 10-15,000 രൂപയെങ്കിലും നമുക്ക് ട്രേഡിങ്ങിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ആ കറണ്ട് സിറ്റുവേഷനിൽ വെച്ചിട്ട്. അപ്പോൾ വിച്ച് വാസ് എ സാലറി ലൈക്ക് തിങ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ തീരുമാനിക്കുന്നത് നാട്ടിലേക്ക് പോകാന്നുള്ളതാണ്. കാരണം എറണാകുളത്ത് നമ്മൾ നിൽക്കുന്നത് നാട്ടിൽ നിൽക്കാൻ പറ്റാത്തതുകൊണ്ടും വേറെ എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കുക എന്നുള്ളത് ഫ്രെയിം വർക്ക് ഉള്ളതുകൊണ്ടും, പിന്നെ എൻ്റെ പേഴ്സണലി ഇപ്പം നാട്ടിൽ എനിക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം എന്തായിരുന്നു, ബിക്കോസ് മൈ മാരേജ് വാസ് ഹാപ്പനിങ്. ആ ഒരു സീസണിൽ വളരെ ഏർലിയായിട്ട് മാരേജ് ചെയ്തിട്ടുണ്ട്. 23 years കല്യാണം അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഈ കല്യാണത്തിന് മുമ്പുള്ള അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ഈ ഷോപ്പ് ഇല്ലാതെ ആയതൊന്നും അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ മാരേജിന് ഹാവിങ് എ അഫെയർ വിത്ത് മൈ ഗേൾ ഫ്രണ്ട്, നമ്മുടെ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പം ആ ഒരു വിഷയങ്ങളൊക്കെ കാരണമാണ് ഫണ്ടമെന്റലി ഞാൻ എറണാകുളത്തേക്ക് മൂവ് ചെയ്തത്. ആൻഡ് ഫൈനലി എനിക്ക് ഇതിൽ എഡ്ജ് കണ്ടെന്നുള്ളത് ഫസ്റ്റ് തിങ് ദാറ്റ് വി ഡൺ ഇസ് വി കെയിം ബാക്ക് ടു കാലിക്കറ്റ് ആൻഡ് വി ഒരു ചെറിയ കോവർക്കിംഗ് സ്പേസ് എടുത്തു. കോവർക്കിംഗ് സ്പേസ് എടുത്തിട്ട് നമ്മൾ രണ്ടുപേരും കൂടി ട്രേഡ് ചെയ്തിട്ടാണ് മില്യൺ ഡോട്ട്സ് എന്ന് പറയുന്നത്. വി വാസ് ബേസിക്കലി ട്രേഡേഴ്സ്, ഫണ്ടമെന്റൽ ട്രേഡേഴ്സ് ആയിരുന്നു. അങ്ങനെ ട്രേഡ് ചെയ്ത് തുടങ്ങുന്ന ഒരു ഫ്രെയിം വർക്കായിട്ടാണ് നമ്മളിതിനെ സ്റ്റാർട്ട് ഔട്ട് ചെയ്യുന്നത്. മില്യൺ ഡോട്ട്സ് എന്ന് പറയുന്ന ഫ്രെയിം വർക്ക് നമ്മൾ ട്രേഡ് ചെയ്തു. അതിന് പിന്നീട് പതുക്കെ ആളുകൾക്ക് നമ്മളെന്താണ് ചെയ്യുന്നത് മനസ്സിലാവാതെ, അതായത് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ചാർട്ട് ട്രേഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സ്റ്റോറി ഇട്ടാൽ തന്നെ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്താൽ തന്നെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നത് എന്താണ് സംഭവം എന്നുള്ളതാണ്. ആൻഡ് ഫണ്ടമെന്റലി നമ്മുടെ പാരൻസിന് പോലും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ഒരു ഫ്രെയിം വർക്കിൽ വന്നപ്പോഴാണ് ഓക്കെ വി അണ്ടർസ്റ്റുഡ് ദർ ഇസ് എൻ ഓപ്പർച്യൂണിറ്റി. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്കിന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത്. ആൻഡ് അങ്ങനെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഫ്രെയിം വർക്കിൽ വരുന്നത്. അറ്റ് ദാറ്റ് ടൈം 2019, ഐ എം കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, 2019 ആ ഒരു ടൈമിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇസ് എ ന്യൂ തിങ്. അപ്പം ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റുന്ന പറയുന്നത് ആൾക്കാർ വിശ്വസിക്കുന്നില്ല. ആൻഡ് ട്രേഡിംഗ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് പോലും ആർക്കും അറിയില്ല.
അപ്പോൾ ഇറ്റ് വാസ് എ വെരി ഹെക്ടിക് തിങ് ആ ഒരു സമയത്ത്. അപ്പോൾ അതിനെ ഞങ്ങളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടു. ബിക്കോസ് ഇതിനെപ്പറ്റി ആൾക്കാർക്ക് അറിയില്ലെങ്കിൽ അറിയിക്കാൻ ഒരാൾക്ക് പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ ടാപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. ട്രൈങ് റിയലി ഹാർഡ് ഫോർ ദിസ്. വിളിക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് സ്റ്റോക്ക് എന്താണെന്ന് അറിയോ, സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന് അറിയോ, നിങ്ങൾ ഉപയോഗിക്കുന്ന പെൻസിലില്ലേ, നിങ്ങൾ ഉപയോഗിക്കുന്ന ബുക്കില്ലേ, ITC ഉണ്ട്, ഇതുണ്ട്, യൂണിലിവർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അത്രയും ഫണ്ടമെന്റൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് 1 hour ഒക്കെ ഇരുന്ന് ഓരോ വ്യക്തികളും കോൾ ചെയ്തിട്ടൊക്കെയാണ് ഫണ്ടമെന്റലി ആ ഒരു ഏരിയ നമുക്ക്. അപ്പോൾ അറ്റ് ദാറ്റ് ടൈം ഓൾസോ നമുക്ക് റവന്യൂ സോഴ്സ് ഒക്കെ വന്നുകൊണ്ടിരുന്നത് നോർത്ത് സൈഡിൽ നിന്നാണ്. അപ്പോൾ അവിടെയാണ് കുറച്ചുകൂടി ആളുകൾക്ക് ഇതിനെപ്പറ്റി ഐഡിയ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കടമ്പ് പതുക്കെ കടന്നുകൊണ്ടിരിക്കുന്ന പോയിന്റിലാണ് കോവിഡ് ഹിറ്റ് ചെയ്യുന്നത്, വിച്ച് ഒബ്വിയസ്ലി വാസ് എ ഡാം ഹിറ്റ് ഏർലി കോവിഡ് ടൈമിൽ. ഏർലി കോവിഡ് ടൈമിൽ ബിസിനസ് സ്റ്റോപ്പായി, എക്സാക്ട്ലി സ്റ്റോപ്പായി. നമ്മൾ രണ്ടുപേരും വളരെ സ്മോൾ സ്കെയിലിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് സ്റ്റോപ്പ് ആയതുകൊണ്ട് രണ്ടുപേരല്ല, വി ഹാഡ് ഫ്യൂ സ്റ്റാഫ് ആസ് വെൽ. നമ്മുടെ ഓഫീസിൽ നമ്മുടെ കോളേജിൽ നമ്മുടെ കൂടെ പഠിച്ചു 2 കുട്ടികളൊക്കെ നമ്മുടെ കൂടെ ഹെൽപ്പ് ചെയ്ത് അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സീസണാണ്. കോവിഡ് സ്റ്റോപ്പ് ചെയ്തു. ഫസ്റ്റ് മന്ത് നമ്മൾ വീട്ടിലൊക്കെ ഇരുന്നു, കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ സെക്കൻഡ് മന്ത് മുതൽ മെല്ലെ സത്യവാങ്മൂലങ്ങളൊക്കെ എഴുതി പതുക്കെ ഞങ്ങളൊരു റൂമിലേക്ക് മാറി പതുക്കെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മൂവ് ചെയ്ത് തുടങ്ങി. ആ ഒരു സ്റ്റേജിൽ ഫസ്റ്റ് ഫ്യൂ മന്ത്സ് എന്ന് പറയുന്നത് റിയലി സ്ട്രഗ്ലിങ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റുഡൻസോ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ആൾക്കാർ പ്യുവർലി കൺഫ്യൂസ്ഡ് ആയിരുന്നു. അവരാരും ഒരു പെർട്ടിക്കുലർ പുതിയൊരു സ്കില്ല് ലേൺ ചെയ്യാൻ പറ്റിയൊരു മൈൻഡ് സെറ്റിലായിരുന്നില്ല. പക്ഷേ ആ ഒരു പീരീഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തു. അതായത് ഫ്രീ വെബിനാർസ് ട്രേഡിങ്ങിന് അറൗണ്ട് ആളുകൾ. കാരണം നമ്മളെ അന്നത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്കുമായിട്ട് ഒരു ബന്ധവും ആൾക്കാർക്ക് ഇല്ലാത്തത്. അപ്പോൾ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നല്ല പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും നമുക്ക് അറിയുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് ഓവർ ഒരു 6,000-7,000 പീപ്പിളിനെങ്കിലും നമ്മൾ അക്രോസ് ആയിട്ട് ആ ഒരു കോവിഡ് സീസണിൽ നമ്മൾ ഫ്രീ ആയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് അറൗണ്ട്. അപ്പോൾ ആ ഒരു എഡ്യൂക്കേഷൻ ബ്രാൻഡിനെ പറ്റിയിട്ട് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചു. $1 million എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്നും ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്നും ഓക്കെ ഇതിങ്ങനെയൊക്കെയാണെന്നും ഇറ്റ് ലെജിറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്കിലേക്ക് ആൾക്കാർക്ക് എത്താൻ പറ്റി. സ്ലോലി കോളേജുകളും സാധാരണ സ്കൂളുകളും വരെ ഓൺലൈൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് മാറിയപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് ക്ലാസ്സസ് എടുക്കുന്ന ഹിൻട്രൻസസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി കുറഞ്ഞു വന്നു, വിച്ച് ഇൻ ടേൺ ഹെൽപ്ഡ് അസ്. അപ്പോൾ ആ ഇനീഷ്യൽ ഫേസ് വാസ് വെരി ഡിഫിക്കൽട്ട്. പക്ഷേ ദെൻ കോവിഡ് ആക്ച്വലി ഗേവ് എ ബൂം ടു ദി ഓൺലൈൻ ഇൻഡസ്ട്രി വി നോ. ആ ഒരു ബൂമിന്റെ ബെനിഫിറ്റ്സ് എടുത്തിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ്. ബിക്കോസ് വി ഹാവ് ഡൺ പ്രോപ്പർലി വൈൽ ഇറ്റ് വാസ് ഹാവിംഗ് എ വെരി ഡിഫിക്കൽട്ട് ടൈം. ഓക്കെ, ഇപ്പം എത്ര സ്റ്റുഡൻസ് ഉണ്ടാക്കും Million Dots? For 4.5 years നമ്മൾ മൊത്തമായി പഠിച്ചത് 15,000 plus students ആണ്. But we have the count and we have 7,000 plus active students right now. ഓക്കെ, ഇവരൊക്കെ ട്രേഡിംഗിലേക്ക് ഇറങ്ങി അവരുടെ ഒരു സക്സസ് സ്റ്റോറി ഒക്കെ എങ്ങനെയാണ്? ഗംഭീര ട്രേഡേഴ്സ് ഉണ്ട് നമുക്ക് കമ്മ്യൂണിറ്റിയിൽ. ട്രേഡിങ്ങിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. വി ആർ നോട്ട് മേക്കിംഗ് ഓൾ ഓഫ് ദം ട്രേഡേഴ്സ്. അത് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ആൻഡ് വി ഡോണ്ട് പ്രോമിസ് ദാറ്റ് ആസ് വെൽ. വരുന്ന ആളുകളിൽ ഒരു 20-30% ഇത് എൻ്റെ പണിയല്ല എന്ന് ആദ്യത്തെ മാസം തന്നെ മനസ്സിലാക്കുന്ന ആളുകളാണ്. ഓക്കെ, കാരണം ചില ആൾക്ക് ചിലത് പറ്റൂല. അപ്പം നമ്മൾ ഡോക്ടറാകാൻ വേണ്ടി പഠിക്കുമ്പോഴായിരിക്കും ചോരണ്ട തലവിട്ടുന്ന ഒരാളെന്ന് മനസ്സിലാവുന്നത്. മെല്ലെ മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സെയിം വേ ട്രേഡിങ്ങിലും പഠിക്കാൻ വരുമ്പോൾ ചില ആളുകൾക്ക് ഇത് എനിക്ക് പറ്റിയ പണിയല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. അതല്ലാത്ത ഓപ്ഷൻ വരുന്ന ആൾക്കാരെ 2 രീതിയിലുണ്ട്. ഒന്ന്, സസ്റ്റൈനബിളായി നിന്ന് പോകും. അവർ വലിയ റിട്ടേൺസ് ഒന്നും ഉണ്ടാക്കില്ല, പക്ഷേ എങ്കിൽ കൂടെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നടന്നു പോകാനുള്ളത് അവരുടെ ഒരു എന്താ പറയുക, നമ്മൾ പറയില്ല വട്ടച്ചെലവിന് കിട്ടുന്ന പൈസ എന്നൊക്കെ പറയുന്ന പോലെ ഫണ്ടമെന്റലി പരിപാടികൾ നടന്നു പോയിരിക്കും. ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് വിച്ച് ഇസ് മൈനോറിറ്റി ബട്ട് ദി ബിഗസ്റ്റ് അസെറ്റ് എന്ന് പറയുന്നത് ഗംഭീര ട്രേഡേഴ്സ് ആയി പോകുന്ന ആൾക്കാരുണ്ട്. നമുക്ക് സ്റ്റുഡൻറ് സെറ്റിൽ തന്നെ വി ഹാവ് 100+ ഗ്രേറ്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സലന്റ് ട്രേഡേഴ്സ്. അപ്പം ഇന്ന് നമുക്ക് ഇപ്പം ത്രൂ ഔട്ട് സൗത്ത് ഇന്ത്യ സ്പേസിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ട് ട്രേഡ് ചെയ്യുന്ന ഡിമാറ്റ് അക്കൗണ്ടുകളിൽ പ്രോബ്ലി 70% Million Dotsന്റെ സ്റ്റുഡൻസ് ആയിരിക്കും. ഇറ്റ് ഇസ് ഗ്രേറ്റ് അച്ചീവ്മെന്റ് ഫോർ us. ആൻഡ് ഇന്ന് കേരളം ഇക്കോസിസ്റ്റത്തിൽ ട്രേഡിംഗ് അറൗണ്ട് ഒരുപാട് സ്റ്റാർട്ടപ്സും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ നമുക്കുണ്ട്. അതിൻ്റെ ആൻഡ് വി ആർ റിയലി പ്രൗഡ് ആൻഡ് വി റിയലി ഹാപ്പി ദാറ്റ് Million Dotsന്റെ സ്റ്റുഡൻസ് ആണ് ഇവിടെ മറ്റ് ട്രേഡിംഗ് അറൗണ്ടുള്ള ബിസിനസ്സുകളും ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്റ്റാർട്ടപ്സും റൺ ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ അഡ്വൈസേഴ്സും നമ്മളോട് ചോദിച്ചിട്ട് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. വി റിയലി റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. കാരണം ഇങ്ങനൊരു ഇക്കോസിസ്റ്റത്തെ വളർത്തിയെടുക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് വാട്ട് വി ബിലീവ് എസ് എൻ ഇമ്പാക്ട്, റാദർ ദാൻ കുറേ ആൾക്കാരെ പഠിപ്പിക്കുക എന്നുള്ളതിലുപരി ഈ ഒരു ഇക്കോസിസ്റ്റം വളർന്നെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി വിൽ ഗ്രോ ആൻഡ് ദി ഹോൾ ഇക്കോസിസ്റ്റം ഹാസ് ടു ഗ്രോ. എന്നാലേ നമുക്ക് ഈ ഒരു ഇമ്പാക്ട് ത്രൂ ഔട്ട് ഒരു ഹ്യൂജ് സ്പേസിലേക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഇമ്പാക്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. വി ഡു ഹാവ് ഗ്രേറ്റ് ട്രേഡേഴ്സ് ഇൻ കമ്മ്യൂണിറ്റീസ് വെൽ. ഓക്കെ, ഇപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് യങ്സ്റ്റേഴ്സ് തന്നെയാണ് ഒരുപാട് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. അതേസമയം യങ്സ്റ്റേഴ്സിന് കിട്ടുന്ന ഇപ്പം സാലറി മേടിക്കുന്ന യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ തന്നെ ഒരു 25K ആണ് അവരുടെ സാലറി എന്ന് വിചാരിക്കുക. അവർക്ക് ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ അവർക്ക് എങ്ങനെയായിരിക്കും, അവർക്ക് എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ്? ആക്ച്വലി ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ട്രേഡ് ചെയ്ത് തുടങ്ങാൻ നമുക്ക് പറയാം 50 രൂപ മതി, 100 രൂപ മതി, 500 രൂപ എന്നൊക്കെ പറയാം.
പക്ഷേ ട്രേഡിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ മണി മാനേജ്മെന്റ് ആണ്. മണി മാനേജ്മെന്റ് പ്രോപ്പറായി പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യണമെങ്കിൽ യു ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 10,000 to 12,000 rupees, 10 to 15,000 rupees എന്തായാലും ട്രേഡ് ചെയ്യാനായിട്ട് നമ്മൾ ഇറക്കണം. അതിൻ്റെ ഇറക്കുന്ന പൈസ പോകും, എന്തായാലും പോകും. അപ്പോൾ അത് ഇതിൻ്റെ ഒരു സ്പെൻഡ് ആക്കി നമ്മൾ കാണണം. കാരണം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്സ്, നമ്മളാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ആ ഫണ്ട് പോകും. ആ പോകാൻ വേണ്ടുന്ന 10 to 15,000 rupees, അതായത് 15,000 രൂപയെങ്കിലും മുന്നിൽ വെച്ചുകൊണ്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമായിരിക്കണം ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഫ്രെയിം വർക്കിൻ്റെ ഒരാൾ ചൂസ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അല്ലാതെ മൈനോറിറ്റി ലെവൽ ആൾക്കാർക്ക് ചെയ്തേക്കാം. അതായത് 100 പേരിൽ ഒരു 20 പേർക്കോ 30 പേർക്കോ ഇങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റിയേക്കാം. മൈറ്റ് ഹാവ് ഗ്രേറ്റ് IQ ലെവൽസ് അല്ലെങ്കിൽ ഗുഡ് അറ്റ് വാട്ട്സോ എവർ തിങ്സ് ഇറ്റ് ഇസ്. പക്ഷേ 70%, ദാറ്റ് ഇസ് ദി മെജോറിറ്റി ഓഫ് പീപ്പിൾ വുഡ് ഹാവ് ടു ഹാവ് ദിസ് തിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പറയുമല്ലോ, നമുക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ് വേണം, നമുക്കൊരു നല്ല ജോലിക്ക് നല്ല സാലറിയിൽ കയറാൻ. അതിന് നമ്മൾ വളരെ ചെറിയ സാലറിയിലോ അതല്ലെങ്കിൽ നോ സാലറിയിലോ ഒരു ഇന്റേൺഷിപ്പ് പോലെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്ന് നമ്മൾ ജോലിയിൽ കരിയറിൽ പറയുന്നുണ്ടെങ്കിൽ ദ സെയിം തിങ് ആണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. യു വിൽ ഹാവ് ടു കീപ്പ് എ സ്മോൾ എമൗണ്ട് ഓഫ് മണി ടു ലേൺ ഇറ്റ്. അപ്പോൾ അതെനിക്ക് പ്രോബ്ലി ഈ ഒരു എമൗണ്ട് എന്തായാലും വേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ ഐ ഓൾവേസ് സജസ്റ്റ് പീപ്പിൾ ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് 500 രൂപയ്ക്ക് 100 രൂപയ്ക്ക് കിട്ടേണ്ടത് എന്താണ് സീൻ എന്ന് മനസ്സിലാക്കാം, ഇതെനിക്ക് ഫിറ്റ് ആവുന്ന പരിപാടിയാണോ എന്ന് മനസ്സിലാക്കാം. എന്നിട്ടായിരിക്കണം ഇത്തരം ഒരു സ്പേസിലേക്ക് വേണോ വേണ്ടേന്ന് തീരുമാനിക്കുക. എല്ലാവരും ട്രേഡ് ചെയ്യുന്ന ഞാനും ട്രേഡ് ചെയ്യട്ടെ എന്ന് പറയുന്നതിലുപരി ഇതെനിക്ക് ഫിറ്റ് ആവുന്നതാണ് ഞാൻ ചെയ്യാം എന്നുള്ളതായിരിക്കും എനിക്ക് റൈറ്റ് അപ്രോച്ച് എന്ന് തോന്നുന്നു. ഓക്കെ. ഇപ്പം അതേപോലെ എൻ്റെ ഒരു ഡൗട്ടാണ്, അപ്പം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് FD ഇതിലേതായിരിക്കും ബെറ്റർ എന്നുള്ളൊരു സംശയം ഉണ്ടാകും. കാരണം ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ചിലപ്പോൾ റിസ്ക് ഉണ്ടാവാം, പക്ഷേ FDയിൽ ആ റിസ്ക് ഇല്ല. സോ അതിലെന്താണ്, അപ്പം അതിലേതായിരിക്കും ബെറ്റർ എന്ന് പറയാം? ബ്രിങ് യു ദ നമ്പേഴ്സ് ടു ഇറ്റ്. ഫസ്റ്റ് തിങ്, FD മോശമൊന്നുമല്ല, അടിപൊളിയാണ്. ആൻഡ് FD ഇപ്പം ഓൾ ടൈം ഹൈ റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. ബട്ട് ദർ വാസ് എ ലോ ടൈം, ബട്ട് വാട്ട്സ് എവർ ഇറ്റ് ഇസ്, FD റിസ്ക് ഫ്രീ ആണ്. ദാറ്റ്സ് റൈറ്റ്, ഓൾ ഗുഡ്. അപ്പോൾ നമ്മൾ കണക്കാക്കുന്ന റിസ്ക് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സി വാട്ട് ഈസ് ദ റിസ്ക്? നമുക്ക് ക്യാപിറ്റൽ ലോസ് ഒരു റിസ്ക് ആണ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഒരു റിസ്ക് ആണ്, അതല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഒരു റിസ്ക് ആണ്. അപ്പോൾ ഇത്തരം റിസ്കുകളൊക്കെ, ലിക്വിഡിറ്റി റിസ്ക്, അങ്ങനെ പലതരം റിസ്കുകളുണ്ട്. അപ്പോൾ ഇത്തരം റിസ്കുകളെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ നോട്ട് ജസ്റ്റ് ദി സെക്യൂരിറ്റി റിസ്ക്, ഈ സെക്യൂരിറ്റി പെർസ്പെക്റ്റീവിലുള്ള റിസ്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ലാതെ മൊത്തം റിസ്കുകളെ കണക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റിംഗ് ഹാസ് എ ഹ്യൂജ് അപ്സൈഡ്. ആൻഡ് ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ട് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻഡെക്സ് ഫണ്ടുകളെ പറ്റി സംസാരിക്കാം. ഇൻഡെക്സ് ഫണ്ടുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം നിഫ്റ്റി ട്രാക്ക് ചെയ്യുന്ന ഇൻഡെക്സ് ഫണ്ടുകൾ, സെൻസെക്സ് ട്രാക്ക് ചെയ്യുന്ന ഇൻഡെക്സ് ഫണ്ടുകളായിക്കോട്ടെ. പാസ്റ്റ് 30 years ആയിട്ട്, അതായത് സിൻസ് ഇൻസെപ്ഷൻ, ഇവരൊക്കെ തന്നിട്ടുള്ള റിട്ടേൺസ് ഓൺ ആൻ ആവറേജ് ആനുവലി 12%, 12% റിട്ടേൺസ് തന്നിട്ടുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് എവറി ഇൻഡെക്സ് ഫണ്ട് ഫോർ എ പീരീഡ് ഓഫ് 7 years, ഞാൻ ഔട്ട് ഓഫ് ഡേറ്റ ഐ എം ടോക്കിംഗ് ലൈക്ക് ഓൺ ഡേറ്റ, 7 വർഷത്തെ പീരീഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ നൺ ഓഫ് ദി ഇൻഡെക്സ് ഫണ്ട് ഹാസ് എവർ ഗിവൺ നെഗറ്റീവ് റിട്ടേൺസ്. അപ്പോൾ ഈ ഇൻസെപ്ഷൻ മുതൽ, ഇത് തുടങ്ങിയത് മുതൽ ഇത്രയും കാലഘട്ടത്തിൽ 7 വർഷ പീരീഡിൽ ഒരു മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് ഫണ്ട് പോലും ഇതുവരെ നെഗറ്റീവ് റിട്ടേൺസ് തന്നിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ, ആൻഡ് ദർ ഇസ് എ വെരി ലെസ് പോസിബിലിറ്റി ഫോർ ഇറ്റ് ടു ഗിവ് നെഗറ്റീവ് റിട്ടേൺസ് ഫോർ എ പീരീഡ് ഓഫ് 7 years. ആ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് ആണ് നമ്മൾ എടുത്തു വെക്കുന്ന ഫണ്ടിനുള്ളത് എങ്കിൽ, the kind of returns that index fund is going to give is so huge compared with the FD. കാരണം FD probably നമുക്ക് ഇൻട്രസ്റ്റ് പേ ഉണ്ടാവുക ആനുവൽ yield ആയിരിക്കും, ആനുവലി ആയിരിക്കും ഇത് ഉണ്ടാവുക. കോമ്പൗണ്ടിങ് ഡസൻറ്റ് ഹാപ്പൻ ദെയർ. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ഇൻഡെക്സ് ഫണ്ട്സ്, യു നോ, കോമ്പൗണ്ടിങ് ഡു ഹാപ്പൻസ് ദെയർ. അപ്പോൾ അതൊരു വലിയ ചേഞ്ച് ആണ്. വെൻ യു ലുക്ക് അറ്റ് 10 to 15% ഇയർ സ്പേസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് റിട്ടേൺ. അപ്പം ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ, ഐ യൂസ് ടു ഹിയർ ദിസ് വെരി ഫ്രീക്വൻലി, റിസ്ക് എന്ന് പറയുന്ന ഫാക്ടർ, ആൻഡ് ഐ ഓൾവേസ് യൂസ് ടു സേ ദിസ് എസ് വെൽ. ഇത് റിസ്ക് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൻഡ് പ്രാക്ടിക്കലി സർവീസ് ചെയ്ത് 10 കൊല്ലം ലെങ്ത് വരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ടെക്നിക്കലി യു ആർ റിസ്ക് ഫ്രീ. അപ്പം അങ്ങനെ ഒരു ഡാറ്റ നമുക്കുണ്ട്. അപ്പം വിത്ത് ദാറ്റ് ഡാറ്റ പ്രൊവൈഡഡ് ദാറ്റ് ഡാറ്റ, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി റിസ്ക് ഫ്രീ. ഐ വുഡ് സേ ടു ഹാവ് ആൻ ഇൻഡെക്സ് ഫണ്ട് ഇൻ യുവർ പോർട്ട്ഫോളിയോ, ആൻഡ് ഞാൻ ഓൾവേസ് പ്രിഫർ ചെയ്യും അതായിരിക്കും. ഓക്കെ. ഇപ്പം SIP പോലുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പം ഞാൻ ആദ്യം കേട്ടൊരു കാര്യം, SIP നമ്മളിൽ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യും. ലൈക്ക് നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ മണി മാനേജ്മെന്റിനെ കറക്റ്റ് ആക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്, റാദർ ദാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസിലുപരി ഹാബിറ്റ് ക്രിയേഷൻ ആണ് അതിന്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു, പണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഉണ്ടായിരുന്ന എന്തോ ഒരു പ്രോഗ്രാമിന്റെ, ഐ ഡോണ്ട് റിമെമ്പർ വാട്ട് ഇറ്റ് ഇസ് ആക്ച്വലി. കുട്ടികളെ കയ്യിൽ നിന്ന് വീട്ടിൽ നിന്നും കിട്ടുന്ന 1 രൂപ 2 രൂപ പൈസയൊക്കെ ടീച്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് ഇയർ എൻഡിങ്ങിൽ ആ പൈസ മൊത്തമായിട്ട്
കൊടുക്കുന്ന ഒരു രീതി. അത് വരുന്നുണ്ട്. എന്തോ ഒരു പ്ലാൻ ആണ്. സോ ബേസിക്കലി ഒരു ഗവൺമെന്റ് ബേസ്ഡ് പ്ലാൻ ആണ്. എന്തായാലും ഒരു ഇൻട്രസ്റ്റിംഗ് പ്ലാൻ. സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ആ ഫണ്ട്. അതെ, അങ്ങനെ ഒരു പ്ലാന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അന്ന് ആ കുട്ടികളിലേക്ക് എന്ത് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും. ആ ഒരു ഹാബിറ്റ് ഓഫ് സേവിങ് മണി ആയിരിക്കും. ദ സെയിം തിങ് ഹാപ്പൻസ് ഹിയർ. ഒരു ടിപ്പിക്കൽ വർക്കിംഗ് ക്ലാസ് അല്ലെങ്കിൽ ടിപ്പിക്കൽ നമ്മളെപ്പോലെ പഠനം കഴിഞ്ഞ് ജോലിയിലേക്ക് മൂവ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നടക്കാൻ പോകുന്ന ഫണ്ടമെന്റൽ കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മാസം സാലറി കിട്ടും. അത് എന്തായാലും നമ്മൾ ആദ്യം ഒരു 3 മാസം സാലറി നമ്മുടെ തോന്നിയ ദിവസത്തിന് കൊണ്ട് കളയും. 4ാമത്തെ സാലറി വരും. 4ാമത്തെ സാലറി വരുമ്പോഴേക്കും നമുക്ക് ക്രെഡിറ്റ് കാർഡിന് കോൾ വന്നിട്ടുണ്ടാവും. ഈ ക്രെഡിറ്റ് കാർഡിന് കോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ക്രെഡിറ്റ് കാർഡ് എടുക്കും. കാരണം അന്ന് ടു ഹാവ് എ ക്രെഡിറ്റ് കാർഡ് വിൽ ബി ഒബ്വിയസ്ലി ബോസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്. ബ്രാഗ് ചെയ്യും. വി നീഡ് ദാറ്റ് ക്രെഡിറ്റ് കാർഡ്. നമ്മൾ എടുക്കും, നമ്മളത് സ്വൈപ്പ് ചെയ്യും, ഓവർ സ്പെൻഡ് ചെയ്യും. ആൻഡ് അടുത്ത മാസം സാലറി കൊണ്ട് ഈ ക്രെഡിറ്റ് കാർഡ് അടയ്ക്കേണ്ടി വരും. ആൻഡ് ദ സൈക്കിൾ സ്റ്റാർട്ട് ടു റിപ്പീറ്റ് ഓവർ ആൻഡ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. അപ്പം ഈ ഒരു എന്താ പറയുക, ഈ ഒരു ടണലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ യു ഹാവ് ടു ഹാവ് സം മണി അസൈഡ്. ഇതിന് നമുക്കൊരു ഹാബിറ്റ് ക്രിയേറ്റ് ആവണം. ഈ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ SIP ഗംഭീര സോഴ്സാണ്. ഇതൊരു 100 രൂപ വെച്ചിട്ടാണെങ്കിൽ കൂടെ ഒരാളൊരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ നമ്മളിപ്പോൾ ഒരു കുറിയൊക്കെയാണ് നമ്മളിപ്പോൾ നാട്ടിലൊക്കെ കണ്ടുവരുന്ന വെരി ഈസി കോമൺ തിങ്. കുറി അടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ പൈസ എടുത്ത് വെക്കുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ വെറുതെ തിരിഞ്ഞളിക്കുന്ന ആളുകളാണെങ്കിൽ കൂടെ കുറി അടയ്ക്കാൻ വേണ്ടിയിട്ട് പൈസ എടുത്ത് വെക്കുന്നത് ഇസ് എ ഗുഡ് ഹാബിറ്റ്. അത് SIP-ലേക്കാണെങ്കിൽ, അതായത് ആ ഒരു ഫണ്ടായി മാറ്റി വെക്കുന്നത് ഇൻവെസ്റ്റ്മെന്റിന് കൂടിയാണെങ്കിൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എ വെരി ഗ്രേറ്റ് ഹാബിറ്റ് ഫോർ ദം. പ്രോബബ്ലി അവരുടെ ഫൈനാൻഷ്യൽസ് റൈറ്റ് ആയി വരുന്ന ഒരു പോയിന്റിൽ ഇഫ് ദേ ക്യാൻ പോസിബിളി ഡു ദിസ്, റിപ്പീറ്റ് ഇറ്റ് അഗൈൻ ആൻഡ് അഗൈൻ, നെക്സ്റ്റ് 10-15 years they'll get sorted out. And people really misunderstand what is this sorting out retirement എന്നൊക്കെ പറയുന്ന സാധനം. See, it's a very different thing. മരണം വരെ പണിയെടുക്കേണ്ട കാര്യമില്ല ആളുകൾ. ഇപ്പോൾ 10-15 കൊല്ലം പണിയെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാലം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിക്കാനുള്ളത് യു ക്യാൻ സേവ് വിത്ത് വെരി മിനിമൽ സാലറി. 10,000-20,000 രൂപ സാലറി ഉണ്ടെങ്കിൽ പോലും ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി പോസിബിൾ ഫോർ പീപ്പിൾ. അപ്പോൾ അത് ആരും ആലോചിക്കുന്നില്ല, പക്ഷേ ഇറ്റ് ഈസ് പോസിബിൾ. അപ്പോൾ SIP പോലൊരു ഫ്രെയിം വർക്ക് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ റിയലി ഗ്രേറ്റ് ഇനീഷ്യേറ്റീവ് ടു ഹാവ് ആൻ ഹാബിറ്റ് ഓൺ ഇറ്റ്. പിന്നെ നമുക്കത് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ സ്കെയിൽ ചെയ്താൽ മതിയല്ലോ. അതെ, നമ്മളിപ്പോൾ കുട്ടികളുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നത്, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ ഉള്ളിൽ മണിയുടെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുകയാണെങ്കിൽ അത് ഭയങ്കര അവരുടെ ഒരു ഡെവലപ്മെൻറ്റിന്. ഇപ്പം കെൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും വീട്ടിൽ നിന്നും കിട്ടിയ ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അതിലാണ് കെൻസിന് മനസ്സിലായത് മണി എന്നതിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. സോ നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ മണി മാനേജ്മെൻറ്റ്, അതേപോലെ തന്നെ നമ്മുടെ ഫാമിലി ബഡ്ജറ്റ് എന്നൊക്കെ പറയും. നമ്മൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഫാമിലി മണി അഡ്വേഴ്സ് ആയിട്ടാണ് കുട്ടികളെ വളർത്തുന്നത്. പൈസ കാര്യത്തിൽ കുട്ടികളെ അറിയിക്കില്ല. ആ ബുദ്ധിമുട്ട് അവൻ അറിയണ്ട എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്. നമ്മൾ ബുദ്ധിമുട്ടുകൾ നമ്മൾ എടുത്താൽ മതി, മക്കൾ അടിപൊളിയായിട്ട്. സി ദാറ്റ് ഇസ് എ ഗുഡ് തിങ് ടു ഡു. ഇപ്പം എൻ്റെ സൈഡിൽ ഐ എം ബ്ലെസ്ഡ് ടു ഹാവ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ബേസിക്കലി എനിക്ക് എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ വളരെ പ്രോപ്പറായിട്ട് അറിയായിരുന്നു. അറ്റ് ഏർലി സ്റ്റേജ് ഐ ന്യൂ. ഫാമിലിയിൽ എല്ലാ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഫണ്ടമെന്റലി എന്നോട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും 100 രൂപ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഐ ന്യൂ ഇതെന്താ നടക്കാൻ പോകുന്നത്. എനിക്കറിയാം 3000 രൂപ ആയാലും ഒരു സൈക്കിൾ വാങ്ങാൻ പറ്റുള്ളൂ, നല്ല ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ വരുന്ന 100 രൂപ ഞാൻ എടുത്തു വെക്കാൻ ട്രൈ ചെയ്തത് 3000 രൂപ ആക്കാൻ ശ്രമിച്ചതും ഒക്കെ എന്നെ ഐ ഹാവ് ദാറ്റ് idea of having a bigger goal rather than having a very എന്താ പറയുക ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി പൈസ ചിലവാക്കുക. അപ്പോൾ ഇത്തരം ആസ്പെക്റ്റുകൾ കുട്ടികളിലേക്ക് എത്തേണ്ടത് മാൻഡേറ്ററി ആണ്. ഇത് എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ആലോചിക്കുക, ഫണ്ടമെന്റലി ഒരു പാരന്റ് കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല ജോലിയും നല്ല സ്റ്റാറ്റസോടുകൂടി നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഒബ്വിയസ്ലി ടു ഹാവ് എ ഗുഡ് ഏർണിംഗ് പൊട്ടൻഷ്യൽ. ഒരു നല്ല ഏർണിംഗ് പൊട്ടൻഷ്യലിന് വേണ്ടിയിട്ട് കുട്ടിയെ ഒരു ലൈഫ് 20-22 years പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പാരൻസ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ചെയ്യുന്നത് ഒരു ഏർണിംഗ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു കുട്ടിയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എൻഡ് ഓഫ് ദി ഡേ ദേ ആർ ഗെറ്റിംഗ് എ ഹാർഡ് കോൾഡ് മണി. ഈ പണം ഉപയോഗിച്ച് ഇയാൾ നല്ല രീതിയിൽ ജീവിക്കണം എന്ന ഉദ്ദേശത്തിൽ വേണ്ടി പണിയൊക്കെ എടുക്കുമ്പോഴും ഈ പൈസയുമായിട്ട് 0 എക്സ്പോഷറാണ് കൊടുക്കുന്നത്. ഫസ്റ്റ് സാലറി, ഞാൻ എപ്പോഴും പറയുന്നൊരു സാധനമാണ്, ഫസ്റ്റ് സാലറി കുട്ടികൾ കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്ന രീതിയിലാണ് ഫസ്റ്റ് സാലറിന് ഒരു അഡൾട്ട് പെരുമാറുന്നത്. ഫസ്റ്റ് സാലറി അങ്ങനെ ചെയ്യാം, അത് ഫണ്ടമെന്റൽ ഇറ്റ്സ് യുവർ ഫ്രീഡം, അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ സ്റ്റിൽ ലേറ്റർ ഓൺ മൂവ് ഓൺ ചെയ്യുമ്പോൾ തിങ്സ് ആർ ഗോയിങ് ഈവൻ വേഴ്സ്. അപ്പോൾ അതൊരു നല്ല സിറ്റുവേഷൻ അല്ല ശരിക്കും. അപ്പോൾ കുട്ടികളിലേക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കുകയും കുട്ടികൾക്ക് റൈറ്റ് ഇൻഫർമേഷൻ അറൗണ്ട് മണി കൊടുക്കുകയും അവരെയും ബജറ്റിങ്ങിൻ്റെ ഒക്കെ ഭാഗമാക്കുകയും അവരുടെ കയ്യിൽ കൊടുക്കുന്ന പൈസ അക്കൗണ്ടബിൾ ആക്കുകയും അവരുടെ കയ്യിൽ പൈസ കൊടുക്കുകയും ഒക്കെ ചെയ്ത് തുടങ്ങേണ്ടത്. ഞാൻ പറയുമ്പോൾ എക്സാക്ട്ലി അത് അവരിലേക്ക് എത്തിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അറ്റ് എ വെരി ഏർലി സ്റ്റേജ്. അങ്ങനെയാണെങ്കിൽ യു വിൽ ഹാവ് എ വെരി ഫൈനാൻഷ്യലി സൗണ്ട് പീപ്പിൾ
യെസ്, ഇപ്പം നമ്മളിൽ ഒരു ഗോൾ വേണമെന്നൊക്കെ പറയുന്നത് അതേപോലെ തന്നെ കുട്ടികളിലും ആ ഒരു ഗോൾ ഉണ്ടാവേണ്ടത് കാര്യമാണ്. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കുകയാണേ, ഇപ്പം നമുക്ക് 25,000 ആണ് സാലറി കിട്ടുന്നതെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു യങ്സ്റ്റർ എങ്ങനെയാണ് അത് മണി മാനേജ്മെന്റ് ചെയ്യേണ്ടത്? 25K അല്ലെങ്കിൽ 20K ഇതാണല്ലോ ഇപ്പം നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത്. സോ അത് കൈ കിട്ടുമ്പോൾ തന്നെ നെക്സ്റ്റ് ഡേ മൊത്തം തീരുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. സോ ആ ഒരു രീതിയോട് അല്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കണം ആ മണി ഒന്ന് മാനേജ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ? ഒരുപാട് ബേസിക് ഫ്രെയിം വർക്ക്സ് ഇതിന് അറൗണ്ട് ഉണ്ട്. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് നല്ലതെന്ന് ഫീൽ ചെയ്തിട്ടുള്ളത് ഒന്നെന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ്, ഇൻട്രസ്റ്റ്, ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ്, റിവാർഡ്, ഇൻവെസ്റ്റ് എന്നൊക്കെ പറയുന്ന ഫ്രെയിം വർക്കിൽ ഐ പുട്ട് ഇറ്റ് ഡൗൺ ഇൻ ടു എ വെരി ഈസി പെർസ്പെക്റ്റീവ്. നമുക്കൊരു 5 bucket ചാലഞ്ച് അല്ലെങ്കിൽ 5 bucket മെത്തേഡിൽ നമുക്കിതിന് ഫ്രെയിം വർക്ക് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. 1 part of your salary, നമ്മൾ 50-30-20 റൂൾ എന്നൊക്കെ പറയുന്ന റൂളുകൾ പോലെ അപ്പോൾ ഇറ്റ് ഹാസ് ടു ബി ചേഞ്ചിങ്, ബട്ട് സ്റ്റിൽ വാട്ട്സ് ഓവർ നമുക്ക് എന്ത് ഫ്രെയിം വർക്ക്സ് യൂസ് ചെയ്യും. ഫോർ എൻ്റെ സൈഡിൽ ഫസ്റ്റ് തിങ് ഇസ് എ സ്മോൾ പാർട്ട് ഓഫ് യുവർ മണി ഷുഡ് ബി ഫോർ യു. അത് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഷുഡ് നോട്ട് ബി എ വെരി ഹ്യൂജ് പാർട്ട്, ബട്ട് സ്റ്റിൽ നമുക്ക് കിട്ടുന്ന സാലറിയുടെ ഒരു ചെറിയ പങ്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഇപ്പം മേ ബി ഇഷ്ടപ്പെട്ടൊരു ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങണം, ഇഷ്ടപ്പെട്ടൊരു ഷൂ വാങ്ങണം, വാട്ട്സ് ഓവർ ഇറ്റ് ഇസ്, അതിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് മാറ്റി വെക്കുന്നത് വളരെ മാൻഡേറ്ററി ആണ്. ആൻഡ് ദ സെക്കൻഡ് തിങ് ഹാസ് ടു ഗോ ഫോർ ഇൻഷുറൻസ്. ഐ വുഡ് സേ ഹെൽത്ത് ഇൻഷുറൻസ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. കാരണം ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഫൈനാൻഷ്യലി ഒരു ലൈഫ് മൊത്തം, ഒരു ലൈഫ് സ്പാൻ മൊത്തം നശിച്ചു നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് എ വെരി ബാഡ് തിങ് ടു സീ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് ഇസ് എ വെരി ഹ്യൂജ് തിങ്. അപ്പോൾ സെക്കൻഡ് തിങ് ഇൻഷുറൻസ് ആയിരിക്കും. മൂന്നാമത്തെ കാര്യം ഞാൻ ഇപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് എമർജൻസി ഫണ്ടിനാണ്. എമർജൻസി ഫണ്ട് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. കാരണം ഒരാളെ സംബന്ധിച്ച് ഒരു 6 month അപ്ഫ്രണ്ട് എക്സ്പെൻസ് മുന്നിലുണ്ടെങ്കിൽ അയാൾക്ക് റിസ്ക് എടുക്കാൻ പറ്റുള്ളൂ ജീവിതത്തിൽ, എന്ത് തന്നെ ആയിക്കോട്ടെ. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് ഇഷ്ടപ്പെടാത്ത ജോലി സ്റ്റേ ചെയ്യുന്നത്, ബുദ്ധിമുട്ടിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ഒരുപാട് വിഷയങ്ങൾ. അപ്പം യു ആർ നോട്ട് സെക്യൂർഡ് എനഫ്. അപ്പം ആ ഒരു സാധനത്തിന് ടു ടേക്ക് ദാറ്റ് റിസ്ക് ഇൻ യുവർ ലൈഫ് യു ഹാവ് ടു ഹാവ് ദിസ് എമർജൻസി ഫണ്ട് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ യു ഷുഡ് ഹാവ് എൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഈ എമർജൻസി ഫണ്ട് ആവരുത് ഇൻവെസ്റ്റ്മെന്റ് ഷുഡ് ബി ഫോർ യുവർ ആ ലോങ് ടേം ഗോൾ. കുറച്ചു ലോങ് ടേം ആയിട്ടുള്ള മേ ബി റിട്ടയർമെന്റ് ആവാം, അതല്ലെങ്കിൽ മേ ബി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കാറ് വാങ്ങാനുള്ളതാവാം, അല്ലെങ്കിൽ വീട് വെക്കാനുള്ളതാവാം, അതല്ലെങ്കിൽ കിഡ്സിൻ്റെ എഡ്യൂക്കേഷൻ ആവാം, അങ്ങനെ എന്തെങ്കിലും കുറച്ച് ലോങ് ടേം ഗോൾസിന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുന്ന പൈസ ആയിരിക്കണം ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇറ്റ് ഷുഡ് ബി. ആൻഡ് അത് പിന്നെ നീഡ്സിന് വേണ്ടി ഉപയോഗിക്കുക. ഫണ്ടമെന്റലി നമ്മുടെ നീഡ് എന്താണോ, നമുക്ക് ആവശ്യമുള്ള ഫുഡ്, ട്രാവൽ, വാട്ട്സ് ഓഫ് തിങ്സ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഈ 5 സ്പേസിലും നമ്മൾ അലോക്കേറ്റ് ചെയ്യേണ്ട പെർസെൻറ്റേജ് ഓഫ് സാലറി ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് ഈസ് യുവർ സാലറി ആൻഡ് വാട്ട് ഈസ് യുവർ നീഡ്സ് ആൻഡ് തിങ്സ്. അപ്പോൾ അത് നമുക്ക് ഇതന്നെ ആയിരിക്കണം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ കൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ വി ഹാവ് ടു മേക്ക് ഷുവർ ഓരോ മാസവും ഈ 5 എണ്ണത്തിലേക്കും പോകണം, ഒന്നിനെയും 0 ആക്കി കീപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതായിരിക്കും ഒരു ഫണ്ടമെന്റൽ ഈസി വേ ടു മാനേജ് സാലറി. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിപ്പം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇനിയിപ്പോൾ എന്താണ് കെൻസിൻ്റെ ഭാവി പരിപാടികൾ, എന്താണ് മില്യൺ ഡോട്ട്സിൻ്റെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? മില്യൺ ഡോട്ട്സ് വി ആർ ടെക്നിക്കലി എ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ കമ്പനി. അപ്പം പണം ഉപയോഗിച്ചുകൊണ്ട് പണത്തിന് അറൗണ്ട് ഉള്ള പ്രോബ്ലംസിന് സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് വാട്ട് വി ആർ ആക്ച്വലി ഡൂയിങ്. കാരണം മില്യൺ ഡോട്ട്സ് ഫണ്ടമെന്റലി വാട്ട് വി ലുക്കിംഗ് ടുവേഴ്സ് ദീസ് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് കാരണം എത്തിപ്പെടാൻ പറ്റാത്ത, ചിന്തിക്കാൻ പറ്റാത്ത, ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഡ്രീമുകളുണ്ട് ആൾക്കാർക്ക്. ഇത് ചെയ്തെടുക്കാൻ പറ്റണം. ദിസ് ഇസ് വാട്ട് വി കൺസിഡർ ആ സക്സസ്. അപ്പോൾ നമ്മളൊരു സ്റ്റുഡൻറ്റോ നമ്മളൊരാളോ നമ്മളിലൂടെ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ഇഫ് ദേ ക്യാൻ ബിക്കം ബെറ്റർ അറ്റ് ദെയർ ഫൈനാൻസസ് ആൻഡ് ഡു ദെയർ ഓൺ തിങ്സ്, അതാണ് നമ്മുടെ സക്സസ്. അപ്പം അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വാട്ട് വി ആർ ഡൂയിങ്. കറൻ്റ്ലി ട്രേഡിംഗ് ഇസ് എ ഹ്യൂജ് സ്പേസ് വേ യു ക്യാൻ യൂസ് യുവർ മണി ടു probably create new money, അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ഇൻകം ജനറേഷൻ സ്പേസ് ആയിട്ട്. സോ ട്രേഡിംഗ് ഇസ് ഏരിയ ദാറ്റ് വി ആർ ക്ലിയർലി ഫോക്കസിങ് ഓൺ. ട്രേഡിങ്ങിലൂടെ ആളുകൾക്ക് റൈറ്റ് ആയിട്ടുള്ള ട്രേഡിംഗ്, വെൻ വി സേ ദാറ്റ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ എന്തോ വലുത് നടക്കാം എന്നുള്ളതല്ല, യു ഹാവ് ടു ഹാവ് എ വെരി ക്ലിയർ പെർസ്പെക്റ്റീവ്. അങ്ങനെ ജെനുവിൻ ആയിട്ട് വാട്ട് ട്രേഡിംഗ് ഇസ് എന്നുള്ളത് അക്രോസ് ഇന്ത്യ ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്. ആൻഡ് വി ആർ റിയലി ഓൺ എ മിഷൻ. In 5 years 1 million youth ട്രേഡേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു മിഷനിലുണ്ട്. വി ആർ ഓൺ ദാറ്റ് മിഷൻ. അതാണ് ഒരു ഫ്രെയിം വർക്ക് ഉള്ളത്. And Million Dots, we do have a subsidiary sister company called FinSchool. അപ്പോൾ നമ്മൾ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് പ്രാക്ടീഷണൽ ആയിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതാണ്. കാരണം ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് അവർ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ ഇസ് മിസ്സിംഗ് ഔട്ട്. അപ്പോൾ അത് ആളുകളിലേക്ക് വളരെ പ്രോപ്പറായിട്ട് എത്തിക്കുക എന്ന് പറയുന്നത് വി ഹാവ് എ പ്ലാൻ അറൗണ്ട് ഇറ്റ്. ആൻഡ് പണത്തെ പറ്റി ആളുകളെ പഠിപ്പിക്കാൻ പറ്റുന്ന എല്ലാ സ്പേസുകളും ടാപ്പ് ചെയ്യുകയും ആൻഡ് ദസ് ബിക്കമിങ് എ വെരി റൈറ്റ്, എന്താ പറയുക,
മെൻറ്റർ അല്ലെങ്കിൽ ബ്രിഡ്ജിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ മണി ആൻഡ് പീപ്പിൾ, ദാറ്റ് ഇസ് വാട്ട് വി ആർ കംപ്ലീറ്റ്ലി ഓൺ. അപ്പോൾ ഇത് അക്രോസ് ഇന്ത്യ എത്തിക്കുക എന്നുള്ളതും ആളുകളിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വാട്ട് വി ആർ കംപ്ലീറ്റ്ലി ലുക്കിംഗ് ഫോർവേഡ് ടു. ആൻഡ് ഒബ്വിയസ്ലി എന്തൊക്കെയാണോ മീൻ വൈൽ വരാൻ പോകുന്നത്, ഹാവ് ടു ഹീറ്റ് എവറിത്തിങ്, ഇതൊക്കെ തന്നെയാണ് പ്ലാൻ. ഓക്കെ, അപ്പോൾ കെൻസ് ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് വളരെ നന്ദി. എന്തായാലും കെൻസിൻ്റെ ഈ ഡ്രീം എല്ലാം തന്നെ സക്സസ് ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.